നമ്മളെല്ലാവരും വീട്ടിൽ ഭൂരി ഉണ്ടാക്കാറുണ്ടാവില്ലേ? പക്ഷെ എല്ലാവരും അത്രയും പെർഫെക്റ്റ് ആവാറുണ്ടാവില്ല. അങ്ങനെ പെർഫെക്റ്റ് ആവാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ ദോശ പരത്തണ ഈ സ്റ്റീലിൻ്റെ കുണ്ടുള്ള ഒരു കയ്യിലുണ്ടാവില്ലേ? അതാണ് ഇന്നത്തെ നമ്മുടെ പണിയായത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പരത്തി വെച്ചിട്ടുള്ള ആ ഒരു പൂരിയുടെ മാവ് എടുത്തിട്ട് നേരെ നമ്മുടെ എണ്ണയിലിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ സ്റ്റീലിൻ്റെ കയ്യിൻ്റെ അടിഭാഗം വെച്ചിട്ട് നമ്മൾ ആ പൂരിനെ ഒന്നിങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കുക. ആ ചുറ്റിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പൂരി പൊന്തി വരും. അതിപ്പോൾ പെർഫെക്റ്റായി ഇങ്ങനെ ഭയങ്കര സോഫ്റ്റായി കുഴച്ചിട്ടുള്ള പൂരിയുടെ മാവൊന്നുമല്ല കേട്ടോ ഇത്. സാധാരണ പോലെ പെട്ടെന്ന് കുഴച്ചെടുത്തിട്ടുള്ളൊരു മാവാണ്. പക്ഷേ ഈ ഒരു ടിപ്പ് വെച്ച് ചെയ്യുമ്പോൾ വളരെ പെർഫെക്റ്റായിട്ട് അത് പൊന്തി വരുന്നുണ്ട്. അതുപോലെ നമ്മളിത് വറക്കാനെടുക്കണ ആ ഒരു പാത്രം എന്ന് പറയുന്നത് ചീനച്ചട്ടീനേക്കാളും നല്ലത് ഇതുപോലെ കുറച്ച് കുണ്ടുള്ള പാത്രമായിരിക്കും. അപ്പോൾ നമുക്ക് അധികം എണ്ണയൊന്നും ഒഴിക്കേണ്ടി വരില്ല. ഇപ്പോൾ നിങ്ങൾക്ക് അതിൽ കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവും അതിലധികം എണ്ണയൊന്നും ഇല്ല, കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ പൂരി പരത്തുമ്പോൾ ഇത്തിരി കട്ടിയില്ല, ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടെ കട്ടിയിലൊന്നും പരത്താൻ ശ്രമിക്കുക.